മോളെ, നീ ഒന്നും കഴിച്ചിട്ടില്ല. ദാ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്ക്. ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണി പോലും ഇല്ലാതെയാകും. അമ്മയ്ക്ക് അമ്മയുടെ മോളുടെ ആരോഗ്യമാണ് വലുത്. എന്റെ മാമാട്ടി ഇപ്പൊ എന്ത് ചെയ്യാവോ? അവള് വലുതും കഴിച്ചിട്ടുണ്ടാവോ എന്നൊന്നും അമ്മ ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ സ്വാർത്ഥ ചിന്തകൾ മാത്രം. മാമാട്ടിയുടെ കാര്യത്തില് അമ്മയ്ക്ക് വിഷമമില്ലെന്നാണോ മോള് കരുതുന്നത്? ഒന്നുമില്ലെങ്കിലും അമ്മമ്മയെന്ന് വിളിച്ച് എന്റെ പിന്നാലെ തൂങ്ങി നടക്കുന്ന കുട്ടിയായിരുന്നില്ലേ മാമാട്ടി? ആ ഒരു സ്നേഹം എനിക്കില്ലാതെ വരുമോ മോളെ? ഗുരുവായൂരപ്പന് കദളിപ്പഴം നേർന്നിട്ടുണ്ട്. അവക്കൊന്നും പറ്റാതിരിക്കാനും തിരികെ കിട്ടാനും. ഏട്ടത്തിക്ക് ഇത് എന്തിന്റെ കേടാ? ആ കുട്ടിയെ കൊണ്ടുപോയത് അതിന്റെ അമ്മ ആൾക്കാരുമായിരിക്കും. അതിനെ കുറച്ചു ദിവസം വല്ല മുറിയിലും പൂട്ടിയിട്ട് കുറച്ച് ഗുണദോഷിച്ച് അതിന്റെ മനസ്സ് മാറ്റിയെടുക്കും. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. മാമാട്ടിയുടെ മാതാപിതാക്കളാണെങ്കിൽ എന്തിനെ തട്ടിക്കൊണ്ടുപോകുന്നത്? എന്റെ മനസ്സ് പറയുന്നു വേറെ ആരോ തട്ടിക്കൊണ്ടുപോയത് തന്നെയാ. ഇത്തിരിയോളം പോന്ന അതിനെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്താ കാര്യം? പണത്തിന് വേണ്ടിട്ടാണെങ്കിൽ അവർക്ക് വല്ല ബാങ്കും കൊള്ളയടിച്ച പോരെ. ഒന്ന് ഞാൻ പറയാം, ഇനി ആ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്ന് അമിത പ്രതീക്ഷയൊന്നും വെച്ചു പുലർത്തണ്ട. പാർവതി, നീ എന്തിനാ വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നത്? സാന്ദ്രയ്ക്ക് മാമാട്ടിയെ കിട്ടണം. അതിനു വേണ്ടി നല്ലത് പറ. ഓ, ഞാൻ നല്ലത് പറഞ്ഞിട്ട് ആ കുട്ടിയെ തിരിച്ചു കിട്ടുമെങ്കിൽ 1000 പ്രാവശ്യം ഞാൻ നല്ലത് പറയാം. പക്ഷെ കിട്ടണ്ടേ? സാന്ദ്ര ഇങ്ങനെ ജലപാനം ഇല്ലാതെ ഒരേ ഇരിപ്പിരുന്ന ഉള്ള ആരോഗ്യം കുറയുന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. വരുന്നുണ്ട് ആശ്വസിപ്പിക്കാൻ. ഡോക്ടറുടെ സാമീപ്യം രോഗിക്ക് രോഗശമനം ഉണ്ടാക്കും. ഈ അവസ്ഥയിൽ കുറച്ച് സമാധാന വാക്കുകൾ കേൾക്കുന്നത് നല്ലതാ. ഒന്നും കഴിച്ചിട്ടില്ല മോനെ. പറഞ്ഞിട്ട് അനുസരിക്കുന്നുമില്ല. സാന്ദ്ര, ഇത് കുടിക്കേ. സ്വന്തം അമ്മ വെച്ച് നീട്ടിയപ്പോ വേണ്ടാന്ന് വെച്ചത് സഞ്ജയ് തന്നാ സ്വീകരിക്കാൻ തോന്നുന്നുണ്ടോ? സോറി, റിയലി സോറി. ഒന്നും വിചാരിച്ചിട്ടല്ല. മാമാട്ടിക്കുട്ടിയെ കണ്ടെത്തുന്നത് വരെ സാന്ദ്രയ്ക്ക് ഒരുപാട് അലയേണ്ടി വരും. അങ്ങനെ ഓടി നടക്കണമെങ്കിൽ എഴുന്നേറ്റ് നടക്കാവുന്ന ആരോഗ്യം വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാമാട്ടിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ സാന്ദ്ര മാത്രമേ ഉള്ളൂ. തളർന്നു വീഴാതിരുന്നാലേ മാമാട്ടിയെ തിരിച്ചു കിട്ടും. മോളെ, സഞ്ജയ് പറഞ്ഞതാ ശരി. മാമാട്ടിയെ തിരിച്ചു കിട്ടേണ്ടത് മറ്റാരേക്കാളും നിന്റെ ആവശ്യമാ. ഒരു ഗ്ലാസ് പാല് കുടിച്ചു എന്ന് കരുതി മാമാട്ടിയെ തിരികെ കിട്ടാതിരിക്കില്ല. കുടിക്കും മോളെ. സാന്ദ്ര, എന്റെ സഹോദരിയുടെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധയാണ് ഇതിന് കാരണം. ക്ഷമിക്കണം. ഞാൻ എന്റേതായ വിധത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. മാമാട്ടിക്കൊരു പോറല് പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടും. എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാ. ഈ അവസരത്തിൽ തളരരുത്. ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം നമുക്ക്. ഒരു തെറ്റും ചെയ്യാത്ത പാവം കുട്ടിയാ മാമാട്ടി. അവൾക്ക് ഈശ്വരൻ തുണയുണ്ടാവും. എന്താണ് സാന്ദ്രയുടെ അവസ്ഥ? വല്ലാത്ത അവസ്ഥയാ. മിണ്ടാട്ടവും ഇല്ല, ജലപാനവും ഇല്ല. എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല. മിണ്ടാതിരിക്കാനും പട്ടിണി കിടക്കാനും മാത്രം
ആ കുട്ടി അവളുടെ ആരാ? എവിടെന്നോ കയ്യിൽ വന്ന് പെട്ട കുട്ടി, ഒരുപാട് നിഗൂഢതകളുള്ള കുട്ടി. വന്നതുപോലെ അത് പോയിന്ന് കരുതിയാ പോരെ? അങ്ങേക്ക് വളരെ ലാഘവത്തോടെ പറയാൻ പറ്റി. എവിടെന്നോ വന്നു അതുപോലെ പോയിന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അവളും ആ കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം എനിക്കറിയാം. എന്റെ കൺമുന്നിലാ അവളും ആ കുഞ്ഞും കഴിയുന്നത്. വസുന്ധരെ, നീയും അവളെ പോലെ തുടങ്ങിയോ? എന്തിനാ ആ കുട്ടിയെ കുറിച്ച് പറയണം? സത്യത്തിൽ എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. ഇനി ഒരിക്കലും ആ കുട്ടി സാന്ദ്രയുടെ അരികിൽ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം വരരുതേ എന്ന എന്റെ പ്രാർത്ഥന. ആ കുട്ടി സാന്ദ്രയ്ക്കൊപ്പം വളരേണ്ട സാഹചര്യം തുടർന്നാൽ നശിക്കുന്നത് സാന്ദ്രയുടെ ഭാവി മാത്രമായിരിക്കും. മര്യാദയ്ക്ക് ജോലി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും കഴിയാതെ വരും. മാത്രമല്ല, ഒരു വിവാഹ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടി തടസ്സമാകും. അങ്ങ് പറയുന്നൊക്കെ ശരി തന്നെയാ. പക്ഷെ ആ കുട്ടിയെ തിരികെ കിട്ടിയില്ലെങ്കിൽ സാന്ദ്ര ആദ്യം പിടിച്ച് മരിച്ചു പോകും. മരിച്ചു പോട്ടെ, ഒരു കുട്ടി. അതിനെ അതിന്റെ പാട്ടിന് വിടേണ്ടതിന് പകരം കെട്ടി വലിച്ചുകൊണ്ട് നടക്കുന്നു. മകളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം വസുന്ധര അവൾക്ക് കൂട്ടുനിൽക്കുന്നു. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ ഇഷ്ടവും സന്തോഷമായി എന്റെ സമാധാനം. അവൾ ഇങ്ങനെ കിടന്ന് ഉരുകുന്നത് കാണുമ്പോ എന്റെ നെഞ്ച് പിടയ്ക്കുക. ഏത് വിധേനയും ആ മാമാട്ടി കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിക്കാൻ ഇട വരരുതെന്നേ ഞാൻ പ്രാർത്ഥിക്കൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കുട്ടിയെ കാണാതായതിന് പിന്നിൽ അങ്ങുണ്ടോ? അങ്ങ് അതും ചെയ്യാൻ മടിക്കില്ല. മകൾക്ക് ശല്യമായി തീരുമെന്നുള്ളതുകൊണ്ട് അങ്ങ് രഹസ്യമായി ചെയ്തതാണെന്ന് വരെ ഞാൻ സംശയിക്കുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം മകളോട് ചെയ്യുന്ന മഹാദ്രോഹമായിരിക്കും അത്. ഒന്ന് നിർത്തു വസുന്ധരെ. വാസ്തവത്തിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടതാ. അവളുടെ ജീവിതം ഇല്ലാതാക്കാൻ വന്ന ഒന്നായിട്ടേ എനിക്ക് ആ കുട്ടിയെ കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പൊ അതിനെ കാണാതായത് നന്നായി. ഇല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ സാന്ദ്രയിൽ നിന്നും അതിനെ ഒഴിവാക്കിക്കുമായിരുന്നു. കുറച്ചു ദിവസം ദുഃഖിച്ചു കഴിയും. ഒരിക്കലും ആ കുട്ടി മടങ്ങി വരില്ല എന്ന സത്യം പിന്നീട് അവൾ അംഗീകരിക്കും. പിന്നെ ജോലി തിരക്കിലേക്കാകും. അതോടെ മറന്നു. അത്രയേ ഉള്ളൂ ഇതൊക്കെ. എനിക്ക് വസുന്ധരയുടെ ഒന്നേ പറയാനുള്ളൂ, എത്രയും വേഗം ഒരു വിവാഹം. അതാണ് സാന്ദ്രയ്ക്ക് ഇപ്പൊ വേണ്ടത്. വസുന്ധര അത് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലാതെ മാമാട്ടിയുടെ കാര്യത്തിൽ സഹതാപം ഉണ്ടാക്കാൻ നോക്കല്ലേ. കണ്ണോരം കാതോരം കരളേ നീയുണര് മഞ്ചാടി മുറ്റത്ത് മകളെ നീ വളര്. മോളെന്തിനാ എന്നെ അമ്മയെന്ന് വിളിച്ചത്? എന്റെ അമ്മയായോണ്ട്. എനിക്ക് ആഹാരം വാരിത്തരും, കുളിപ്പിക്കും, മുടി ചീകി കെട്ടും, ഉടുപ്പിടിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ തരും. ഇതാ എന്റെ അമ്മ. അമ്മയെ വിട്ടിട്ട് എനിക്ക് ജീവിക്കണ്ട. എനിക്ക് അമ്മ വേണം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അമ്മ പോവല്ലേ. അമ്മേ, അമ്മേ, അമ്മേ. എന്താ മോളെ, വല്ല ദുസ്വപ്നവും കണ്ടോ? മാമാട്ടി ഇപ്പൊ എവിടെ ആയിരിക്കും എന്തോ. ഏത് നേരം മാമാട്ടി മാമാട്ടി എന്ന് ജപിച്ചോണ്ടിരുന്ന അതിന് തന്നെ സ്വപ്നം കാണും. ഓ എന്റെ ഈശ്വര, ഒരു മാമാട്ടിയുടെ പേരിൽ മനുഷ്യന് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനോ ഒരുള്ള ചോറ് കഴിക്കാനോ പറ്റുന്നില്ല. എന്റെ പാർവതി, നീയും ഇങ്ങനെ തുടങ്ങിയാലോ? സാന്ദ്രയ്ക്ക് വിഷമം കാണില്ലേ? പിന്നെ ആശ്വസിപ്പിക്കേണ്ട നീ തന്നെ ഇങ്ങനെ കുത്തി നോവിച്ചാലോ? കുത്തി നോവിക്കുന്നതല്ല, ഞാൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. കുറെ നാളായി ഈ കുടുംബത്തിൽ ആർക്കും ഒരു സ്വസ്ഥതയില്ല. ആ മാമാട്ടി കാരണം. പൊന്നുകൊണ്ടുണ്ടാക്കിയതാണോ ആ കൊച്ചിനെ? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? മോളെ, എട്ടും പൊട്ടും തിരിയാത്ത ആരോരും ഇല്ലാത്തൊരു കുട്ടിയെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കുത്തുവാക്കുകൾ കൊണ്ട് നേരിടുക.
മാമാട്ടി നിങ്ങളോടൊക്കെ എന്ത് അപരാധം ചെയ്തു? ആ മാമാട്ടി നിന്റെ ജീവിതത്തിൽ വന്നേ പിന്നെ നീ ഏറെ മാറിപ്പോയി. അതിനു മുൻപ് എന്നോടും നന്ദേട്ടനോടൊക്കെ എത്ര സമയം കളിച്ചും ചിരിച്ചും സംസാരിച്ചൊക്കെ ഇരിക്കുക. നിങ്ങളൊക്കെ എത്ര കുറ്റപ്പെടുത്തിയാലും മാമാട്ടിയോടുള്ള എന്റെ സ്നേഹത്തിനും കരുതലിനും ഒരു കുറവും സംഭവിക്കില്ല. മാമാട്ടി വന്നതിന്റെ പേരിൽ ഞാൻ എന്റെ അമ്മയിൽ നിന്നോ നിങ്ങളിൽ നിന്നോ അകലം പാലിച്ചിട്ടില്ല. എല്ലാം നിങ്ങളുടെ തോന്നല. കാരണം മനസ്സുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ വെറുക്കുന്നു. അവനവൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ വില അറിഞ്ഞ് പ്രവർത്തിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു IAS കാരി ആവാന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ? ഉള്ള സമയത്ത് നന്നായി ജോലി ചെയ്ത് നല്ല പേരുണ്ടാക്കി പദവിക്ക് അനുസരിച്ചുള്ള വിവാഹം ചെയ്ത് സമാധാനത്തോടെ ജീവിക്കുന്നതിന് പകരം ഒരു കുട്ടിയും തൂക്കി നടക്കുന്നു. പാർവതി മതി, ഒന്ന് നിർത്ത്. ഏടത്തിയാ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത്. എന്തർത്ഥത്തിലാ ആ കുട്ടിയെ സ്വന്തം മകളായിട്ട് കൊണ്ടു നടക്കുന്നേ? മനുഷ്യബന്ധങ്ങളുടെ അർത്ഥം നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഓഫീസിലും പോണ്ട, കഴിക്കുകയും ഉറങ്ങുകയും ഒന്നും വേണ്ട. മാമാട്ടി മാമാട്ടി എന്ന് പറഞ്ഞങ്ങ് നടന്നോ. ഒടുവിൽ ആ കുട്ടി കാരണം നിനക്കും ഈ കുടുംബത്തിനും ചീത്തപ്പേര് കേൾക്കും. ഞാനാ പറയുന്നേ. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. മനസ്സ് തകർന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ സ്നേഹിച്ചവരൊന്നും എന്നെ ആശ്വസിപ്പിക്കുന്നില്ല. എല്ലാവരും കുറ്റപ്പെടുത്തുന്ന എന്റെ മാമാട്ടി, അവള് മാത്രം എന്നെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്നത്. മോളെ, എന്റെ മാമാട്ടിയെ കാണാതായിട്ട് എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു എന്നറിയോ? ഇതുവരെ, ഈ നിമിഷം വരെ എന്റെ മോളെ പറ്റി എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താൻ നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനായോ? സാന്ദ്ര, അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. എല്ലാ ഓഫീസേഴ്സും നിരത്തിലുണ്ട്. സാറാ, കാണാതായത് ഒരു കൊച്ചു പെൺകുട്ടിയാ. ഇപ്പോഴത്തെ കാലം എന്താണെന്നറിയോ? ചന്ദ്രദേ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. കുഞ്ഞ് എവിടെ ഉണ്ടെങ്കിലും നമ്മളത് കണ്ടുപിടിക്കും, ഉറപ്പാ. ചന്ദ്ര, cool down. Follow them, follow them. Over. എന്തായി സെന്തിൽ? ഇരുണ്ട നിറമുള്ള ഒരു സ്ത്രീയാണത്. ഹൈവേയിൽ ആളുണ്ട്. ഈ മേഖലയിൽ പൂട്ടിക്കിടക്കുന്ന കുറെ കശുവണ്ടി ഫാക്ടറികളുണ്ട്. അവിടെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്യണം. എന്റെ കയ്യിലും തെറ്റുണ്ട്. ആരെയും ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. പ്ലീസ് സാറാ, എങ്ങനെങ്കിലും ഏത് വിധേനയും മാമാട്ടിയെ രക്ഷിക്കണം. നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഇതിന്റെ പിന്നിലുള്ളവരുടെ അടിവേര് മാന്താനുള്ള പ്ലാനിങ്ങാ ഞാൻ ചെയ്തിരിക്കുന്നത്. നിനക്കറിയണ്ടേ ആ മീൻകാരിയായി പല വേഷങ്ങളിലും വന്നിരുന്ന ആ സ്ത്രീ ആരായിരുന്നെന്ന്? ആ കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നീ സംശയിക്കുന്ന മറ്റു ചിലരില്ലേ ഈ നഗരത്തിൽ തന്നെ? നിനക്കൊരു ഉറപ്പ് ഞാൻ തരും. ഈ നഗരത്തിന്റെ പരിധി വിട്ട് ആ കുട്ടിയെ അവരെവിടേക്കും കൊണ്ടുപോയില്ല. പിന്നെയുള്ള സാധ്യത ഒളിച്ചിരിക്കാനാ. ഒളിച്ചിരിക്കുന്ന സ്ഥലം നോക്കി കൂരയ്ക്ക് തീ വെച്ച അവര് പുറത്തു ചാടും. പക്ഷേ അപ്പം ഞങ്ങൾ പിടിക്കില്ല. അവർക്കൊപ്പം പിറകെ പോവും. അവരറിയാതെ അവര് ചെന്നെത്തുന്നത് അവരുടെ സുരക്ഷിത താവളത്തിലായിരിക്കും. അവിടെയാണ് നീയും ഞാനും കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒളിഞ്ഞിരിക്കുന്നത്. അതിനെന്റെ പ്രിയ സുഹൃത്ത് എനിക്ക് തരേണ്ടത് അല്പ സാവകാശമാണ്. ഇപ്പം നിനക്ക് വേണ്ടത് അല്പം മനസ്സമാധാന. അതിനൊരു മാർഗം എന്റെയിലുണ്ട്. നീ വാ വാ. കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റെ, ഒരിത്തിരി ഭക്ഷണം കഴിക്കുമോളെ. നീ ഒന്നും കഴിക്കാതെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങളുടെ അവസ്ഥ മോശമാകും. മോശമാവട്ടെ, എന്നെ തട്ടിക്കൊണ്ടു പോകുന്ന ആളല്ലേ? തട്ടിക്കൊണ്ടു പോന്നതല്ല മോളെ, കൂട്ടിക്കൊണ്ടു പോന്നതാ. ഞങ്ങളുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതിനിടയിലാ നീ പോയത്. നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കുക മാത്രമാ ഞങ്ങൾ ചെയ്തത്.
നീ ആരാണെന്ന് നിനക്ക് അറിയാത്തതാ നിന്റെ ഇപ്പോഴത്തെ കുഴപ്പം. നിന്നെ തിരികെ കിട്ടാൻ ആ കളക്ടർമാർ കോടാനുകോടികൾ തരുമെങ്കിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ നിന്നെ ലഭിക്കാൻ വേണ്ടി അതിന്റെ 1000 മടങ്ങ് തരും. നിനക്ക് വില നിശ്ചയിക്കാൻ ലോകത്താർക്കും കഴിയില്ല കുട്ടി. എങ്കി പറ, ഞാൻ ആരാ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അത് പറയാൻ സമയമായിട്ടില്ലെന്ന്. പക്ഷെ ഒന്ന് മാത്രം പറയാം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ചു പേർ, നിനക്ക് ജന്മം നൽകിയ അമ്മയടക്കം. പക്ഷേ ഞങ്ങളുടെ പേടി അതൊന്നുമല്ല. നിന്റെ ജീവൻ നശിപ്പിക്കാൻ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് പേർ. എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ? ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മോളുടെ കുഴപ്പം കൊണ്ടല്ല, അതൊരു വലിയ കഥയാ. അതൊക്കെ മനസ്സിലാക്കാൻ മോൾക്കിപ്പോ കഴിയില്ല. എന്തായാലും ഇവിടുത്തെ താമസം അവസാനിച്ചു. മോളെയും കൂട്ടി പോവാ. അവിടെ മോളെ കാത്തിരിക്കുന്നവർക്ക് കൈമാറണം. അതോടെ ഞങ്ങളുടെ ജോലി തീർന്നു. വേണ്ട, എനിക്ക് എങ്ങും പോണ്ട. എനിക്ക് എന്റെ അമ്മയടുത്ത് പോയാ മതി. നീ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്ക്. എല്ലാം ശരിയാവും. ചെല്ല്, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. കഴിയുന്നില്ല. എന്റെ മാമാട്ടിയെ കണ്ടെത്തി തരണേ. എന്റെ മാമാട്ടിക്ക് ഒരാപത്തും വരുത്തരുത്. അവളെ കാത്തോളണേ. അമ്മേ, ദേവി, ദേവി, എനിക്ക് എന്റെ മാമാട്ടിയുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾപ്പിച്ചതാ. അപേക്ഷയാ. ഹലോ അമ്മേ, ഇത് മാമാട്ടിയാ. മോളെ, എന്റെ പൊന്നു മോളെ, എവിടെയാ നീ? ഞാനിവിടെ. മോളെ, ഹലോ ഈ സിമ്മങ്ങൂരിയേക്ക്. ഹലോ, എന്താ എന്താ സന്ദ്ര ഉണ്ടായേ? എന്റെ മോളിപ്പോ വിളിച്ചു. അവളുടെ ശബ്ദം ഞാൻ കേട്ടു. നമ്പർ ഒന്ന് കാണിച്ചേ. അവര് ഫോൺ ഓഫ് ചെയ്തു. ഒരു മിനിറ്റ്. ഹലോ ഹലോ, ഞാൻ ASP സൈറ ബാനു. യെസ് മാഡം. ഞാൻ നമ്പർ തരാം. സൈബർ സെല്ലിൽ കണക്ട് ചെയ്ത് വേഗം അത് ഫോളോ അപ്പ് ചെയ്യൂ. ശരി മാഡം. ഓക്കെ, നമ്പർ പറഞ്ഞോളൂ മാഡം. 9569 378 20. എത്രയും പെട്ടെന്ന് വേണം. ഓക്കെ ഓക്കെ, ശരി മാഡം. സന്ദ്ര, നീ സമാധാനിക്കേ.
ആരാത്? പുറത്തേക്ക് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ രക്ഷപ്പെട്ടാ നിങ്ങൾക്ക് എന്താ കുഴപ്പം? അതാണല്ലോ വിഷയം. നിന്നെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കണം. ആരെ ഏൽപ്പിക്കണ്ടേ? അതവിടെ എത്തുമ്പോ മനസ്സിലാവും മോളെ.